പുതുക്കാട് കൃഷിയിടത്തിൽ നിന്ന് 56 കിലോ തൂക്കമുള്ള ഭീമൻ കപ്പ വിളവെടുത്ത കർഷകൻ. പുതുക്കാട് കണ്ണമ്പുത്തൂരിൽ സ്ഥലം പാട്ടത്തിനെടുത്ത് കപ്പ കൃഷി നടത്തിയ കല്ലൂർ ഭരത സ്വദേശി കുഴിക്കണ്ടത്തിൽ ജോർജിനാണ് ഒരു കടയിൽ നിന്ന് ഭീമൻ കപ്പ ലഭിച്ചത്. 4 പേർ ചേർന്നാണ് ഈ കപ്പ പുറത്തെടുത്തത്. കല്ലൂർ ആലങ്ങാടുള്ള സ്വാശ്രയ വിപണന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് വെച്ച കപ്പ വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണെന്ന് ജോർജ് പറയുന്നു. ഈ കപ്പ പുള്ളി ഇത് മംഗലാപുരത്തു നിന്ന് കൊണ്ടുവന്ന് നട്ട പുള്ളിത്തണ്ടാണ്. ഇത് യാതൊരുവിധ വളവും ചെയ്യാത്ത പുള്ളിയാണ്. ഇത് ഒരു പറമ്പില് റബ്ബർ റീപ്ലാന്റ് ചെയ്യാനായിട്ട് മണ്ണിളക്കിയിട്ട് ഹിറ്റാച്ചി കൊണ്ട് മണ്ണിളക്കിയിട്ട് ഞാൻ പുതുക്കാട് ആട്ടോക്കാരൻ ജോർജിൻ്റെ പറമ്പിൽ വെച്ച പുള്ളിയാണ്. ഇത് ഒരു കട വലിക്കേണ്ട സമയം കഴിഞ്ഞാണ് ഇത് വലിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ കാലിനൊരു ആക്സിഡൻറ്റ് പറ്റിയത് കൊണ്ടാണ് ഇത് വലിക്കാൻ താമസിച്ചത്. ഒരു കട കൊള്ളി ഇത് വലിച്ച് ഞങ്ങൾ തൂക്കം നോക്കിയപ്പോൾ ഇത് 56.5 കിലോ ഉണ്ട്. ഒരു കട കൊള്ളി 56.5 കിലോ. ഇത് ഒരു വളവും ചെയ്യാതെ വെറുതെ നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. ഇത് കൊള്ളി വിറ്റ് പോകാനായിട്ട് വണ്ണം കൂടുതലായതുകൊണ്ട് വിറ്റ് പോയിട്ടില്ല. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 1.5 ടണ്ണ് 2 ടണ്ണ് കൊള്ളിയോളം പറിച്ച് പറമ്പിൽ ഇട്ടിട്ടുള്ളതാണ്. ഇത് എൻ്റെ പേര് ജോർജ്, കുഴികണ്ടത്തിൽ ഭരതയിലാണ് എൻ്റെ വീട്. എൻ്റെ ജോലി ടാപ്പിങ്ങാണ്. കണ്ണമ്പുത്തൂർ ആട്ടോക്കാരൻ ജോർജിന്റെ 2 ഏക്കർ സ്ഥലത്താണ് കപ്പ കൃഷി നടത്തിയത്. യാതൊരുവിധ വളവും കൃഷിക്കായി ഉപയോഗിച്ചിട്ടില്ല. പറമ്പിലെ മുറിച്ചു മാറ്റിയ റബ്ബർ കുഴികളിലാണ് കപ്പ കൃഷി നടത്തിയത്. 35 കിലോയിലധികമാണ് മറ്റുള്ള ഓരോ കടയിലുമുള്ള വിളവ്. വാങ്ങാൻ ആളില്ലാത്തത് മൂലം 1.5 ടണ്ണിലേറെ കപ്പ തോട്ടത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. വിപണിയിൽ കിലോയ്ക്ക് 30 രൂപയോളം വിലയുള്ള കപ്പ ആവശ്യക്കാർക്ക് 10 രൂപയ്ക്ക് കൊടുക്കാമെന്ന് ജോർജ് പറയുന്നു. 30,000 രൂപയോളം ചെലവഴിച്ചാണ് കപ്പ കൃഷി നടത്തിയത്. കപ്പ വാങ്ങാൻ ആളില്ലാത്തത് മൂലം കൃഷി നഷ്ടത്തിലായതായും ജോർജ് പറഞ്ഞു. കപ്പ ആവശ്യമുള്ളവർ 88 48 40 48 68 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.